ചേട്ടനൊരു വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ആവേശരുണെന്ന് പറഞ്ഞ് ഇച്ചിരി കുറഞ്ഞു പോ. മുത്തുമണിയുടെ ഹസ്ബൻഡാണ്. ഇങ്ങനെ ഹസ്ബൻഡോ ഈ ചെറിയ പയ്യനോ? അപ്പൊ അതായിരുന്നു ചേട്ടനെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ ഒരു സംഭവം. ഫാർമ ഒരുപാട് സത്യത്തെ കുറിച്ച് സമയമെടുത്തു. ഈ സമയമെടുത്തു എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതെന്തോ വലിയ ബ്രഹ്മാണ്ഡ പരിപാടി ആയതുകൊണ്ട് സമയമെടുത്തല്ല. നമ്മൾ കാണാറുള്ള, നമ്മളിപ്പോൾ താഴെ വൈറ്റിലെ ജംഗ്ഷനിൽ നിന്നാൽ ആ സിഗ്നലിൽ ഒരു സെയിൽസ്മാൻ ഉണ്ടാവും, ബാഗുമായിട്ട് നിൽക്കുന്ന, ഒരു ബൈക്ക് ഓടിച്ച് നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ. അപ്പോൾ നമുക്കറിയാവുന്ന ഒരാളായിട്ട് തോന്നുന്ന ഒരു നടൻ ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോകത്ത് 10,000-കണക്കിന് കുട്ടികൾക്ക് ക്യാൻസർ വരുത്തിയിട്ടുള്ള ഒരു ടാൽക്കം പൗഡർ, ആ ടാൽക്കം പൗഡറിന്റെ കമ്പനി ഒന്നും നിലനിൽക്കുന്നുണ്ട്. നിവിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിവിൻ വളരെ അപ്ഡേറ്റഡ് ആണ് ലോകത്ത് നടക്കുന്ന വെബ് സീരീസുകളെല്ലാം. എനിക്ക് നിവിൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിവിൻ വളരെ സേഫ് സോൺ ആയിട്ടുള്ള പല അവസരങ്ങൾ വരുമ്പോഴും നിവിൻ വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കഥാപാത്രങ്ങളും അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇത് ശരിക്കും ഒരു നിവിൻ പോളിയുടെ കംബാക്ക് നമുക്ക് പറയാൻ പറ്റും. നിവിൻ പോളി കംബാക്ക് നടത്താൻ എവിടെയും പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിവിൻ പോളി വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കെ പി വിനോദില് ഒരു സെയിൽസ്മാൻ എന്നതിലുപരി പി ആർ അരുണിനെ കാണാൻ കഴിയില്ല. ഞാൻ കണ്ട മറ്റ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് കെ പി വിനോദ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയത്. അടി വാങ്ങിക്കാൻ വയ്യാതെ. ഹലോ ഗായ്സ്, വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. നിവിൻ പോളി നായകനാകുന്ന ഫാർമ എന്ന പുതിയ സീരീസിന്റെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്നെ കൂടെയുള്ളത് അതിന്റെ ഡയറക്ടറായ പി ആർ അരുണാണ്. ചേട്ടാ, വെൽക്കം ടു സ്റ്റാർ പഞ്ച്. യെസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ സീരീസിനെ കുറിച്ച് പറഞ്ഞേക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് പി ആർ അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്ന ഒരു അനുഭവം. ഞാൻ SH പഠിച്ചത്. അപ്പം ഞാൻ 2016-17 ബാച്ചിൽ ഫസ്റ്റ് ഇയർ എന്തായിരുന്നു, ഞാനിങ്ങനെ ക്ലാസ്സിലിരിക്കുകയാണ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പയ്യൻ കയറി വരിക, ഒരു ചെറിയൊരു ഷോർട്സും ഒരു ഷർട്ടും ഇട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിലിരുന്ന് നോക്കുന്നുണ്ട്. ഞാൻ കരുതി തേർഡ് ഇയർ ആരെങ്കിലും ആയിരിക്കും. ഞാൻ കരുതി ഇവർക്ക് എന്ത് മാനേഴ്സാണ് ഇത്, ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാണോ കയറി കണ്ടത്, അത് ഞങ്ങളെപ്പോലെ ജീൻസ് ഒക്കെ ഇട്ട് വരാൻ പാടില്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ കയറി വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പി ആർ അരുൺ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ഗസ്റ്റോ, ഇതെന്താണിത്, ആ രീതിയിൽ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് സീനിയേഴ്സ് 2-3 ചേട്ടന്മാർ വന്നു. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, മുത്തുമണിയുടെ ഹസ്ബൻഡാണ്. ഇങ്ങനെ ഹസ്ബൻഡോ ഈ ചെറിയ പയ്യനോ? അപ്പൊ അതായിരുന്നു ചേട്ടനെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ ഒരു സംഭവം. പിന്നെ അതിനുശേഷം ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ കോളേജിൽ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. എന്തായാലും കണ്ടതുകൊണ്ട് സന്തോഷം. സർപ്രൈസ്ഡ് ആണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് സീരീസിനെ കുറിച്ച് തുടങ്ങാം. 2016 ഫൈനൽസ്, 2019 ഫൈനൽസ്, പിന്നെ അതിനുശേഷം ഇപ്പൊ ഈ സീരീസിലോട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചത്? ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേ, സത്യത്തിൽ ഈ സിനിമ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ആളുകൾ ഈ ഒരു റിലീസിനും മറ്റു റിലീസിനിടയിൽ നമുക്ക് ജീവിതമില്ല എന്നുള്ള രീതിയിൽ ആളുകൾ ചോദ്യം ചോദിച്ചു തുടങ്ങുക. സത്യത്തിൽ അങ്ങനെയല്ല. ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കോവിഡ് ഉണ്ടായിരുന്നു. 2 വർഷത്തോളം നമ്മളെല്ലാം വീട്ടിലിരുന്നു. ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഞാനൊരു അച്ഛനായി, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ ലേബർ റൂമിൽ ഞാൻ അവനെ ഏറ്റുവാങ്ങി. ആ സമയം തൊട്ട് അവന്റെ വളർച്ചയുടെ ഓരോ ദിവസവും ഓരോ സായാഹ്നവും അവന്റെ കൂടെ തന്നെ ഈ വർഷങ്ങൾ ഉണ്ടായിരുന്നു. വിലപ്പെട്ട ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതി, അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ഏറ്റവും ആനന്ദകരമായ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ സിനിമയിലാവുമ്പോൾ എപ്പോഴും നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും ചോദിക്കും, അടുത്ത റിലീസ് എന്നാണ്, ആസിഫ് അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന്. സത്യത്തിലല്ല. റിലീസുകൾക്കിടയിലുള്ള ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഗ്യാപ്പിനിടയ്ക്ക് തന്നെ ഈ ഫാർമ ഒരുപാട് സത്യത്തെ കുറിച്ച് സമയമെടുത്തു. ഈ സമയമെടുത്തു എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതെന്തോ വലിയ ബ്രഹ്മാണ്ഡ പരിപാടി ആയതുകൊണ്ട് സമയമെടുത്തല്ല. ആ സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു പ്രമേയത്തിന് ആവശ്യമായ ഒരു താരത്തിലേക്ക് എത്താനായിട്ടും ഒക്കെ എടുത്ത ഒരു സ്വാഭാവിക സമയമാണ്. ഞങ്ങൾ കഴിഞ്ഞ IFFയിൽ ശരിക്കും പ്രീമിയർ ചെയ്തതാണ് ഫാർമ. അപ്പൊ അതിനും ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതാണ് ഫാർമ. അപ്പൊ അതിനും ഏതാണ്ട് 1.5 വർഷം മുമ്പ് തിരക്കഥ പൂർത്തിയാക്കിയതാണ് ഫാർമ. അപ്പൊ ഞാൻ ഇതിനകത്ത് വലിയൊരു വഴിത്തിരിവായത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സപ്പോർട്ട്. കാരണം ഒരു സോഷ്യൽ ഡ്രാമ ജോണറാണ്. ഇതൊരു ത്രില്ലർ അല്ല, ഇതൊരു മാസ് എന്റർടൈനർ അല്ല, ഒരു സോഷ്യൽ ഡ്രാമ, ഇമോഷണൽ ഡ്രാമ ജോണറാണ്. അപ്പൊ അതിനെ പിന്തുണയ്ക്കണമെങ്കിൽ ഒരു ധൈര്യം വേണം. അത് ജിയോ ഹോട്ട്സ്റ്റാർ കാണിച്ചു. എന്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ, കൃഷ്ണൻ ഈ കഥ കോഫി ഷോപ്പിൽ ഇരുന്ന് കേട്ടപ്പോ തന്നെ കൈ തന്നതാണ്. ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ ലോങ് ജേർണി. അപ്പൊ ആ ഒരു ജേർണി അതിന്റെ ശരിയായ രീതിയിൽ എന്താ പറയാ,
ശരിയായ രീതിയിൽ അവസാനിക്കുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ. യാത്ര തുടങ്ങിയിട്ട് കുറേയായി. അപ്പൊ എന്തുകൊണ്ടാണ് അതൊരു സീരീസ് എന്നുള്ള ഇതാക്കിയത്, സിനിമയാക്കിയില്ല രണ്ടാമത്തെ പ്രൊജക്ട്? നമുക്ക് ഈ ഒരു ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിംഗ് ആവശ്യപ്പെടുന്ന ഒരു യൂണിവേഴ്സ് ആണ് ഫാർമ എന്ന് ഞങ്ങൾ തിരിച്ചറിയണ്ടായി. കാരണം ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുടെ ജേർണി ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വെബ് സീരീസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാത്തിലും സത്യത്തിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുക അതിലെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഫേവററ്റ് വെബ് സീരീസുകൾ ഗ്ലോബലി വെറുതെ ഒന്ന് മനസ്സിലാലോചിക്കുക, ഫേവററ്റ് ആയ 5 അതിൽ കഥയിൽ ഓരോ സന്ദർഭങ്ങൾ എപ്പോൾ നടന്നു നല്ല മനസ്സിലേക്ക് വരിക. മറിച്ച് അതിലെ ക്യാരക്ടേഴ്സ് തുടങ്ങുന്ന അവസാനിക്കുമ്പോൾ എന്തായെന്നായിരിക്കും മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. അപ്പൊ മൾട്ടിപ്പിൾ ക്യാരക്ടർ ആർക്സ് ആണ് വെബ് സീരീസിന്റെ ഒരു വലിയ പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ് ഫാർമ. അങ്ങനെ തോന്നി എന്നാൽ പിന്നെ ഇത് ലോങ് ഫോർമാറ്റിലേക്ക് വെബ് സീരീസിലേക്ക് മാറ്റി പകർത്താം എന്ന് തോന്നി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ KP, എങ്ങനെയാണ് നിവിൻ പോളി KP ആയത്? KP വിനോദ് എന്നുള്ള ക്യാരക്ടർ ഒരു സെയിൽസ്മാന്റെ ക്യാരക്ടറാണ്, ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ ഇതിന് പല ഏജ് പ്ലേ ചെയ്യേണ്ടതുണ്ട്. ഒരു യങ് ഏജ് ഉണ്ട്, പിന്നീട് ഒരു മിഡിൽ ഏജ് ഉണ്ട്. അപ്പൊ പല കാലഘട്ടം പ്ലേ ചെയ്യാനായിട്ട് നിവിൻ ഭയങ്കര ആപ്റ്റ് ആവും തോന്നി. ഒന്ന്. 2, KP വിനോദ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരാളായിട്ട് തോന്നണം. നമ്മൾ കാണാറുള്ള, നമ്മളിപ്പോ താഴെ വൈറ്റില ജംഗ്ഷനിൽ നിന്നാൽ ആ സിഗ്നലില് ഒരു സെയിൽസ്മാൻ ഉണ്ടാവും, ബാഗുമായിട്ട് നിൽക്കുന്ന, ഒരു ബൈക്ക് ഓടിച്ച് നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ. അപ്പൊ നമുക്കറിയാവുന്ന ഒരാളായിട്ട് തോന്നുന്ന ഒരു നടൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിവിനെ നമുക്ക് മനസ്സുകൊണ്ട് അങ്ങനെ സങ്കല്പിക്കാം, ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ള ഇമേജ്. അപ്പൊ സാധാരണ നിവിൻ പോളി എന്ന് പറയുമ്പോൾ നമുക്കതൊരു റൊമാൻറ്റിക് ഹീറോ അങ്ങനെ ഒരു സംഭവമായിരിക്കാം. ഈ ഒരു സീരിയസ് റോള് നിവിനിലോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു പ്രതികരണം? നിവിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിവിൻ വളരെ അപ്ഡേറ്റഡ് ആണ് ലോകത്ത് നടക്കുന്ന വെബ് സീരീസുകളെല്ലാം. എനിക്ക് നിവിൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിവിൻ വളരെ സേഫ് സോൺ ആയിട്ടുള്ള പല അവസരങ്ങൾ വരുമ്പോഴും നിവിൻ വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കഥാപാത്രങ്ങളും അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അത് നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ നിവിൻ ഈ കഥാപാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് കൃഷ്ണേട്ടനും ഉണ്ടായിരുന്നു, നിവിൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ ഫാർമയിലോട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ജോണർ തന്നെ എടുക്കാൻ തീരുമാനിച്ചത്? ഇത്രയും ഒരു മെസ്സേജ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സാധനം. ഒന്ന്, ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ജോലി ഫാർമ ഇൻഡസ്ട്രിയിലാണ്. ഒരു ബാഗും തൂക്കി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഈ സീരീസിൽ കാണുന്ന പോലെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഞാനൊരു എത്തിക്കലായ, വളരെ സ്ട്രോങ് ആയ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള പല കമ്പനീസും പലരുടെയും അൺഎത്തിക്കലായ പ്രാക്ടീസസ് എന്നെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, നമ്മൾ ഫാർമ ജയൻസിന്റെ വാർത്തകൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഈ ലോകത്ത് 10,000-കണക്കിന് കുട്ടികൾക്ക് ക്യാൻസർ വരുത്തിയിട്ടുള്ള ഒരു ടാൽക്കം പൗഡർ, ആ ടാൽക്കം പൗഡറിന്റെ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ഒക്കെ ശരിക്കും കോട്ടുസൂട്ട് ഇടുന്നവരാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പോസ് ചെയ്യണം എന്നുള്ളത്, ഇതിനെക്കുറിച്ച് പറയണം എന്നുള്ളത് എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ ലോങ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് ഒത്തു വന്നപ്പോൾ ഞാൻ അത് തന്നെ പറയാൻ തീരുമാനിക്കുകയായിരുന്നു. 1. 2, ഞാനൊരു നാടക പ്രവർത്തകനാണ്. നമ്മൾ ആർട്ടിന് 2 ധർമ്മം ഉണ്ടെന്ന് പറയും. ഒന്നുകിൽ ഡിസ്റ്റർബ് ആയിരിക്കുന്നവരെ കംഫർട്ടബിൾ ആക്കുക, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന മ്യൂസിക്കിലൂടെ, തമാശയിലൂടെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ മറന്ന് ഒഴുകുന്ന ഒരു ജനതയെ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഫൈനൽസ് ആണെങ്കിൽ അത് സ്പോർട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അതിൻ്റെ അകത്ത് കറപ്ഷൻ ആയിരുന്നു. ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെയാണ് അത് റിസർച്ച് ചെയ്ത്. ഇപ്പോൾ KP വിനോദിൽ എത്രത്തോളം നമുക്കൊരു PR അരുണിനെ കാണാൻ കഴിയും? KP വിനോദില് ഒരു സെയിൽസ്മാൻ എന്നതിലുപരി PR അരുണിനെ കാണാൻ കഴിയില്ല. ഞാൻ കണ്ട മറ്റ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഇൻസ്പയർഡ് ആയിട്ടാണ് KP വിനോദ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയത്. ഇപ്പോ ഡയറക്ഷനിൽ അടി വാങ്ങിക്കാൻ വയ്യാതെ നമ്മളൊരു സിനിമ ഡയറക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സീരീസ് ഡയറക്ട് ചെയ്യുന്നതാണോ കുറച്ചും കൂടെ എളുപ്പം തോന്നിയിട്ടുള്ളത്? സീരീസ് ഡയറക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വെരി ലോങ് ജേർണി. ഇപ്പൊ ഞാനിത് ഡയറക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഇത് തന്നെയായിരുന്നു ജോലി. കാരണം നമ്മളൊരു ലോങ് ഫോർമാറ്റിൽ നമ്മളൊരു OTT ജിയോ ഹോട്ട്സ്റ്റാർ എന്നുള്ള കമ്പനി, എൻ്റെ പ്രൊഡ്യൂസർ, നമ്മുടെ പ്രോസസ് ഇസ് റിയലി ലോങ്. പിന്നെ നമ്മൾ ഇവിടുത്തെ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ രീതി എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുക, 6 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് 90-ാം ദിവസം ഷൂട്ട് ചെയ്യാം. വളരെ ക്വിക്കായിട്ടാണ്. പ്രീ കഴിയുന്നു, ഷൂട്ട് കഴിയുന്നു, സംഭവം ഇറക്കുന്നു. OTTസിന് അങ്ങനെയല്ല, വെബ് സീരീസിന് അങ്ങനെയല്ല. അവരുടെ ഈ ജോണർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ അനുസരിച്ച് അതിന്റെ സമയമാകുമ്പോൾ അത് ഇറങ്ങുക. അപ്പോൾ ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം. നമ്മുടെ നല്ല പെർസിവറൻസ് അതിന് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടൻ വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു, ആവേശം പറഞ്ഞ്. ഇച്ചിരി കുറഞ്ഞു. ഈ ഒരു ആവേശം എങ്ങനെയാണ് നമുക്ക് വലിയൊരു ക്രൂവിനെ തന്നെയാ നയിക്കാനുള്ളത്. ഈ ഒരു ആവേശം എങ്ങനെയാണ് അതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണത്? ഈ ആവേശം ഇത്രയും ആവശ്യം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരുപാട് കാലം നീണ്ടു പോകുമ്പോഴേ നമ്മൾ തളരും, നമ്മുടെ കൂടെ ഉള്ളവരും തളരും. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ ഈ ഒരു ആവേശമായിരിക്കും. ഈ കഥ പറയണം എന്നുള്ളൊരു ആവേശം, ഈ കഥ പറയേണ്ടതാണ്, ലോകത്തോട് വിളിച്ചു പറയേണ്ടതാണെന്നുള്ളൊരു ആവേശം. അങ്ങനെ
ആവശ്യത്തിന്റെ പുറത്ത് സംഭവിക്കുന്നതാണൊക്കെ. ഇപ്പൊ കൂടെയുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് മുത്തുമണി ചേരാരും പറയാൻ പറ്റില്ല. സോ ഒരു ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഫീൽഡിൽ. അതെങ്ങനെയാണ് നല്ല രീതിയിലും മോശം രീതിയിലും നമ്മളെ ബാധിക്കുന്നത്? മുത്തുമണി ആസ് എൻ ഇൻഡിവിജ്വൽ എന്റെ ഷീസ് മൈ ലൈഫ്. വി പ്രാക്ടിക്കലി ഗ്രൂ ടുഗദർ. ഞങ്ങൾ വിവാഹം കണ്ട് ഒരുപാട് കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ വി വർ പ്രാക്ടിക്കലി ഗ്രോയിങ് ടുഗദർ. അതുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ എല്ലാ സ്റ്റെപ്പും പരസ്പരം കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറഞ്ഞിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. സോ പേഴ്സണലി ഷീസ് പാർട്ട് ഓഫ് മൈ ജേർണി, മൈ എവറിത്തിങ്. വേറൊരാളായിട്ട് കാണാൻ പോലും പറ്റില്ല. ആൻഡ് പ്രൊഫഷണലി ഹെർ എക്സ്പീരിയൻസ് നോട്ട് ജസ്റ്റ് ഇൻ സിനിമ, ഷീസ് എ വെരി എക്സ്പീരിയൻസ് അഡ്വക്കേറ്റ്. അപ്പൊ ഇതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചെല്ലാം ഉള്ള അഡ്വൈസിന് മുത്തിന് തന്നെ തരാൻ സാധിക്കും. പിന്നെ മുത്തിന്റെ ഒരു റോള് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ മുത്തു ഒരു നാടക പ്രവർത്തകയാണ്. ഞങ്ങൾ കണ്ടുമുട്ടുന്നതിന്റെ ഒരു നാടകത്തിൽ നിന്നാണ്. സോ ദ ജേർണി ഹാസ് ബീൻ ക്വൈറ്റ് ഈസി വിത്ത് ഹെർ അറൗണ്ട്. ഇപ്പൊ നമ്മള് നിവിൻ പോളി എന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്ക് കേൾക്കുന്ന വലിയൊരു വാക്കാണ് കംബാക്ക് എന്നുള്ളത്. ഇത് ശരിക്കും ഒരു നിവിൻ പോളിയുടെ കംബാക്ക് നമുക്ക് പറയാൻ പറ്റുമോ? നിവിൻ പോളി കംബാക്ക് നടത്താൻ എവിടെയും പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു താരത്തിന്റെ കംബാക്ക് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ താരം ഒരു വലിയ കമേഴ്ഷ്യൽ ഹിറ്റ് തന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു താരം എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് മാത്രമാണോ? എന്നെ സംബന്ധിച്ച് നിവിൻ പോളി വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ പേഴ്സണലി കേട്ടോ, അത് തികച്ചും വ്യക്തിപരമാണ്. ഞാനത് ചിലപ്പോൾ നിവിൻ ഈ ഒരു അഭിപ്രായം ഉണ്ടാവില്ലായിരിക്കാം, ആരാധകർക്ക് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നിവിൻ പോളി എവിടെയും പോയിട്ടില്ല. നിവിൻ പോളി വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മള് നിവിനോട് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൂപ്പര് KP വിനോദാവാൻ എടുത്ത ഒരു തയ്യാറെടുപ്പുകൾ അതെന്തൊക്കെയാണ്? നിവിൻ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പൊ വളരെ ഇമോഷണൽ ആയ ഒരു സീക്വൻസിന് മുമ്പ് നിവിൻ അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടൊന്നും ആവില്ല. നമ്മളോട് ഭയങ്കര വർത്തമാനം പറഞ്ഞ്, കൂടുള്ളവരടുത്ത് തമാശ പറഞ്ഞ്, ചിരിച്ച് കളിച്ച്, എന്നിട്ട് ആ ടേക്കിന് തൊട്ട് മുമ്പ് ആ ഡയലോഗ് ഒന്നും കൂടെ നോക്കി നേരെ പോയി വളരെ ഇമോഷണൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് നിവിൻ. എനിക്ക് ഭയങ്കര അത്ഭുതവും ആശ്ചര്യവും ഒക്കെ ആയിരുന്നു. കാരണം അത്രയും കാഷ്വൽ ആയിട്ടും നമ്മളെയും ആ ഒരു മൂഡിലേക്ക്, ഇപ്പൊ സെറ്റിനകത്ത് പലപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയ എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളിയായി എന്നിട്ട് തമാശയൊക്കെ പറഞ്ഞു. മൂപ്പർക്ക് ഇഷ്ടം അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആട്ടോ. ഒരു തമാശയൊക്കെ ഉള്ള ഒരു ഹാപ്പി എൻവയോൺമെന്റ് ആണ് മൂപ്പർക്ക് ഇഷ്ടം. എന്നിട്ട് ആ പോകുന്ന സീൻ ഏത് മൂഡിലുള്ളതാണെങ്കിലും വളരെ അനായാസമായിട്ട് അവിടെ പോയി മൂപ്പർ പെർഫോം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോട് നോക്കി നിൽക്കും, ഇത് കൊള്ളാലോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും KP വിനോദ് അനുഭവിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആ ട്രെയിലറിൽ കാണാൻ പറ്റും. ഇതുപോലെ ചേട്ടൻ എന്തെങ്കിലും റിയൽ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആ ഒരു ടൈമില്? ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഞാൻ ഇൻഷുറൻസിലും ബാങ്കിങ്ങിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കടന്നു പോകുന്ന, ഇപ്പോൾ ഈ ഇവിടുത്തെ മുറിച്ചയുടെ സെയിൽസ്മാനോട് ചോദിച്ചാൽ അവർ കടന്നു പോകുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. ടാർഗറ്റുകളുടെ അൺറിയലിസ്റ്റിക് ടാർഗറ്റ്സ്, റെക്കഗ്നിഷൻ ഇല്ലായ്മ, കഷ്ടപ്പെട്ട് പണിയെടുത്ത അപ്രൈസൽ നമുക്കിത് കിട്ടിയില്ല, അങ്ങനെ എല്ലാ സെയിൽസ്മാൻമാരും കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സെയിൽസ്മാൻമാർക്കും ഇതിനകത്തുള്ള മൊമെന്റുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മഴയത്തും വെയിലത്തും ബോസിന്റെ ചീത്തവിളിയും കേട്ട് ലോകത്ത് ഒരിക്കലും എത്താത്ത ടാർഗറ്റും ബാഗ് കെട്ടിത്തൂക്കി ഒരു സെയിൽസ്മാൻ പണിക്കിറങ്ങുന്നതുകൊണ്ടാണ് ഈ ലോകത്ത് സകല സാധനങ്ങളും വിറ്റുപോകുന്നതും സകലർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നതും. അപ്പോ സെയിൽസ്മാന്റെ വാല്യൂ വളരെ വളരെ വലുതാണ്. ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു തിങ്സ്. കാരണം കോർപ്പറേറ്റ് ഗ്രീഡ്, അതിന്റെ പ്രഷർ ഏറ്റവും അധികം അനുഭവിക്കാൻ പോകുന്നത് സെയിൽസ്മാൻമാരാണ്, സെയിൽസ്മാൻ ഓർ സെയിൽസ് വുമൻ. അപ്പോ അതെല്ലാ സെയിൽസ്മാൻമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവരോടൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് നല്ല ബോസുമാരുണ്ടായിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ എഴുതുമ്പോഴൊന്നും ഓർക്കും. കൊട്ടിയിട്ടുണ്ടോ? അറിഞ്ഞുകൊണ്ട് കൊട്ടിയിട്ടില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ബിൻചേട്ടൻ, ശ്രുതി, വീണ. ശ്രുതി എന്റെ ഫ്രണ്ട് കൂടെയാണ്. ശ്രുതിന്റെ ഡോക്ടർ ജാനകി എന്നൊരു കഥാപാത്രം ചെയ്യുന്നത്. ശ്രുതിയുടെ ഗ്രാൻഡ് മദർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ഈ ഡോക്ടർ ജാനകിയും ഗൈനക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഈ കഥ പറഞ്ഞപ്പോഴോ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴോ ഒന്നും ശ്രുതി അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ബട്ട് ഷി ക്യാരിഡ് ആൻ ഓറ. അത് ഈ സീരീസ് കാണുമ്പോഴും ഡോക്ടർ ജാനകിയുടെ ക്യാരക്ടർ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ശ്രുതി രാമേന്ദ്രനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ശ്രുതി ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ലൈക്കബിലിറ്റി എന്നൊക്കെയുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, നമുക്ക് തോന്നില്ല. ചിലരെല്ലാവർക്കും ഇഷ്ടമാണ്. എങ്ങനെയാന്നൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് ശ്രുതി. പിന്നെ ഡോക്ടർ രാജറാവു ആയിട്ട് രജിത് കപൂർ അഭിനയിച്ചിട്ടുണ്ട്. രജിത്തിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് തന്ന സ്ട്രെങ്ത് ചെറുതല്ല. ബിനു ഇതിനകത്ത് നിവിൻപോളിയുടെ ബോസിന്റെ ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് കടന്നുപോയ പല ബോസുമാരുടെയും ഷെയ്ഡ്സ് നമുക്ക് ബിനു പപ്പുവിന്റെ ക്യാരക്ടറിൽ അലക്സിൽ കാണാൻ പറ്റും. നന്ദ ഇതിനകത്ത് ഒരു കോർപ്പറേറ്റ് റോള് ചെയ്യുന്നത്. വീണയുടെ ക്യാരക്ടറിന്റെ പേരാണ് നന്ദ. നന്ദ ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ്.
അപ്പോൾ വീണ യൂഷ്വലി നമ്മൾ സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടേഴ്സിന് വളരെ മാറി വരിക urban ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിന്റെ പ്ലേ. ഇപ്പൊ ഒരു ഫാർമ എന്നുള്ള ഒരു പേരുണ്ടല്ലോ, ഭയങ്കര സിമ്പിൾ പേരാ. നമുക്ക് ചിലപ്പോൾ ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഇത് അങ്ങനത്തെ ഒരു രീതിയിൽ നടക്കുന്ന കഥയായിരിക്കും, മെഡിക്കൽ ഫീൽഡ് അങ്ങനെ കിട്ടും. ആക്ച്വലി ഇതിന്റെ ആദ്യത്തെ പേര് ഫാർമ തന്നെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടഫ് പേര് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല ആദ്യം തൊട്ടേ വർക്കിംഗ് ടൈറ്റിൽ തന്നെ ആദ്യം ഫാർമ എന്ന് പറഞ്ഞിട്ട് എഴുതി തുടങ്ങിയത് തന്നെ. ഇടയ്ക്ക് പല പേരുകളും ആലോചിച്ചെങ്കിലും ഒന്നും ഫാർമ പോലെ അങ്ങ് കൺവേ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. ഫാർമ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചേട്ടാ ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ സോണി ലിവിന് വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ വെബ് സീരീസ് ഷൂട്ട് കഴിഞ്ഞു. അത് ഒരു ഷെഡ്യൂൾ ഫോർ റിലീസ് ആണ്. മേ ബി അടുത്തൊരു 3-4 മാസത്തിനകത്ത് റിലീസ് ഉണ്ടാവും. അതിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. അൺഫെയർ എന്നാണ് പേര്. അതൊരു ബ്യൂട്ടി പേജന്റ് ഷോയുടെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന കഥയാണ്. അതും ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാനുള്ളതാണ് കംഫർട്ടബിൾ ആയവരെ. ഞാൻ ഇഷ്ടപ്പെട്ട ജോണർ ഇങ്ങനെയാണോ ശരിക്കും സോഷ്യൽ റെലവെന്റ്? ഇഷ്ടപ്പെട്ട ജോണർ ഇങ്ങനെയാണ്, സോഷ്യൽ. ഞാനൊരു നാടകപ്രവർത്തനാണെന്ന് പറഞ്ഞല്ലോ. എനിക്കിവിടെ കുഞ്ഞു നാടക ടീമുണ്ട്, ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേജ് പ്ലേസ്. ഇപ്പൊ ഒരു 3 ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഡിസംബറിൽ, നവംബറിൽ. അപ്പോൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സോഷ്യലി സംസാരിക്കുന്ന തീംസ് തന്നെയാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ അത് മാത്രമല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരുപക്ഷെ അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കും, ഡിസ്റ്റർബ് ചെയ്യുന്നവരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് പ്രതീക്ഷ. ഞങ്ങൾക്ക് എന്ന് ആവേശരുണ്ണ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കാണാൻ കഴിയും? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. പിന്നെ സീരിയസ്ലി ഞാൻ പ്ലേയിലും നാടകത്തിലൊന്നും അഭിനയിക്കല്ല. ഞാൻ എഴുതി സംവിധാനം ചെയ്യുക. ഒന്ന് അത്, 2 ഞാൻ അഭിനയിക്കുന്ന കാണുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. 3 ആസ് എൻ ഇന്റലിജന്റ് ഡയറക്ടർ ഞാൻ നോക്കുമ്പോൾ ആ അഭിനയിക്കുന്ന ആളെക്കാളും നല്ലൊരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അയാളെ കാസ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ ജോലി. അപ്പോൾ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു റോള് വരുമ്പോഴേ ഞാൻ എന്നെ കാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു റോള്. IFFL സാധനം ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ? IFFL ഇറങ്ങിയപ്പോ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ആദ്യം ചോദിച്ചേ. നമ്മള് എങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇത് റിയൽ ആണെങ്കിൽ? കാരണം ഇത് കണ്ട കാഴ്ചകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത സീൻസ് ആണ്. അപ്പൊ എന്ത് ധൈര്യത്തിൽ നമ്മൾ മരുന്ന് കഴിക്കും, എന്ത് ധൈര്യത്തിൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. കണ്ണടച്ച് വിശ്വസിക്കരുത്. ധൈര്യത്തിൽ മരുന്ന് കഴിക്കുന്ന നമുക്ക് ഡോക്ടർമാരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഡോക്ടർമാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷകർ. നമ്മളൊക്കെ കോവിഡ് സമയത്ത് വീട്ടിൽ അടച്ചിരുന്നപ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാൻ മുന്നിട്ട് ഇറങ്ങിയത് ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ക്ലിയർലി വി സോ ദ പിരമിഡ്. ആരാണ് ഇവിടുത്തെ ഏറ്റവും എസെൻഷ്യലായ ജോലി ചെയ്യുന്നതെന്ന്? അത് ഡോക്ടേഴ്സും നഴ്സസും ആണ്, ഡോക്ടേഴ്സും പാരാമെഡിക്സും ആണ്. അപ്പോൾ അവരെ വിശ്വസിക്കുക. ഈ കറപ്റ്റ് സിസ്റ്റത്തിനെതിരെ അവർ നടത്തുന്ന ഒരു ഫൈറ്റാണ് ഫാർമ. ചേട്ടാ ഇപ്പൊ നമ്മുടെ ഒരു ത്രെഡ് ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ഹോട്ട്സ്റ്റാർ പോലെ അത്രയും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കാൻ കഴിയണത്? ഒരാളുടെ അടുത്ത് ഞാനടക്കം എല്ലാവരും നമ്മുടെ അടുത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്കിത് എങ്ങനെ സിനിമയാക്കാം, എങ്ങനെ വെബ് സീരീസ് ആക്കാന്ന് പറയുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ ജേണിയാണ്. ഇപ്പൊ നമ്മൾ ഈ ഓരോ പ്രണയവും ഓരോ പോലെയാന്ന് പറയുന്ന പോലെയാണ്. ചിലർക്ക് നമുക്കറിയാലോ, നമ്മളിങ്ങനെ വെറുതെ അവർ കണ്ണിൽ നോക്കും, പെട്ടെന്ന് വളരെ പെട്ടെന്ന് പ്രണയമാവും. ചിലർക്ക് വിപ്ലവം, യുദ്ധം, കാലങ്ങളുടെ കാത്തിരിപ്പ്, രക്തച്ചൊരിച്ചിൽ ഒക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ ജേണിയാണ്. ഇത് ഏത് വർക്കൗട്ട് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ജനറലി നമ്മൾ പറയുമല്ലോ, നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ ആദ്യം ഇഷ്ടം പോയി പറയുക എന്നൊക്കെ ഉള്ള പോലെ ഒരു യൂഷ്വൽ രീതി നമ്മൾ നമ്മുടെ സ്റ്റോറിയെ വെബ് സീരീസ് ആയിട്ടാണെങ്കിൽ അതിന്റെ ക്യാരക്ടർ ആർക്സും ക്യാരക്ടർ പ്രൊഫൈൽസും ഒക്കെ റെഡിയാക്കി ഒരു സിനോപ്സിസ് തയ്യാറാക്കി സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ ആ പർട്ടിക്കുലർ OTTയുടെ കണ്ടന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളെ കോണ്ടാക്ട് ചെയ്യുക, അയാൾക്ക് അയച്ചു കൊടുക്കുക. അവർ അത് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോകുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. കാരണം പ്രൊഡക്ഷൻ ഹൗസസിന് അവരുടെ ഒരു സ്ക്രീനിങ് സിസ്റ്റം കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കൂടെ നമ്മളൊരു ഒരു OTTയിലേക്ക് പോവുക, അവരോട് കഥ പറയുക. അത് കേട്ട് ഒരുപാട് മീറ്റിംഗുകൾ ഉണ്ടാവും. സിനിമയിൽ മാത്രമാണ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് കൊടുത്ത ഉടനെ അടുത്ത കട്ടിൽ നമ്മുടെ പരിപാടി ഓണായിട്ട് കാണുള്ളൂ. മിനിമം ഒരു 10-50 മീറ്റിംഗ് എങ്കിലും നമ്മുടെ കഥയും തിരക്കഥയൊക്കെ ആയിട്ടുണ്ടാവും. അതിലൊന്നും മടുപ്പില്ലാതെ ആവേശത്തോടെ പൊയ്ക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് പ്രോജക്റ്റ് ആവുക തന്നെ ചെയ്യും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഫാർമ ഒരു ത്രില്ലർ അല്ല, ഒരു മാസ് എന്റർടൈനർ അല്ല, പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന കഥയാണ്. അത് നമുക്ക് പരിചയമുള്ള ഒരു സെയിൽസ്മാന്റെ കഥയാണ്, KP വിനോദിന്റെ കഥയാണ്. കണ്ടിരിക്കേണ്ട കഥയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണുക.